Fish on. Fish on. Yes, fish on. Fish on. വരാലും ചേർബിനും നിങ്ങൾക്ക് ഒരുപോലെ പിടിക്കണോ? എങ്കിലും ഞാൻ ഒരു അടിപൊളി സാധനം നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പം ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കഴിക്കുന്ന ഈ ഫ്രോഗ്ലൂർ നിങ്ങളുണ്ടോ, റിയൽ വാറിൻ്റെ ഒരു അടിപൊളി ഫ്രോഗ്ലൂറാണ്. റിയൽ വാറിൻ്റെ പീക്ക് എന്നാണ് ഇവിടെ പേര് കേട്ടോ. ഇവിടെയാണെങ്കിൽ റിയൽ വാറിൻ്റെ പീക്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രോഗിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഗ്രാംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ നമ്മുടെ ഫ്രോഗ് ഒന്ന് അൺബോക്സ് ചെയ്യുവാണ്. ഇവനാണ് നമ്മുടെ റിയൽ വാറിൻ്റെ പീക്ക് എന്ന് പറയുന്ന ഫ്രോഗ്ലൂർ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്താണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ചേർമീനും പിടിക്കാം, വരാലും പിടിക്കാം, ഒരുപാട് ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് നമ്മുടെ ഈ ഫ്രോഗിൻ്റെ പ്രത്യേകത കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് വന്നേക്കുന്നത് പറഞ്ഞാൽ 8 to 9 grams അതുപോലെ തന്നെ 5.5 centimeter നമ്മുടെ ഫ്രോഗ് വന്നേക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഭംഗിയിലാണ് നമ്മുടെ റിയൽ വാറിൻ്റെ പീക്ക് വന്നേക്കുന്നത് കേട്ടോ. ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സിവിൽ ഇതിൻ്റെ ഫ്രണ്ട് തന്നെ വന്നിട്ടുണ്ടോ. നിങ്ങൾ നോക്കിയാൽ ചേർമീനൊക്കെ അടിച്ചാലും വരാലടിച്ചാലും ഒരുപോലെ കയറി വരും, പൊട്ടിയൊന്നും പോകത്തില്ല. അതിലുള്ള നല്ല ക്വാളിറ്റി സിവിലാണ്. അത് നമ്മുടെ ഹുക്കയിൽ തന്നെ കണക്റ്റഡ് കേട്ടോ. അകത്ത് ഹുക്കയിൽ തന്നെ കണക്റ്റിലാണ്. ഹുക്കയിൽ തന്നെ വെയിറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെക്കൂടി ഒരു സിവിലിൽ സ്പ്ലിറ്ററിങ് ഇട്ടിട്ട് ഒരു ഇല പോലത്തെ സ്പിന്നർ ഉണ്ട് കേട്ടോ. നമുക്ക് ചേർമീനും വരാലൊക്കെ പിടിക്കാൻ വേണ്ടി നല്ല ആക്ഷൻ വേണം ഫ്രോഗിന്. അപ്പം ഈ ഒരു സ്പിന്നർ ഇങ്ങനെ കറങ്ങുമ്പോഴത്തേന് നല്ല അടിപൊളി ആക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് മീനെ അട്രാക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് മീനും കിട്ടും കേട്ടോ. നല്ല റബ്ബർ ക്വാളിറ്റിയാണ്. റിയൽ വാറിൻ്റെ ഫ്രോഗുകളുടെ ഒരു പ്രത്യേകമാണ് ഇത്ര റബ്ബർ ക്വാളിറ്റി. മീനുകൾ അടിച്ചാൽ ഒന്നും കീറിപ്പോകത്തില്ല. ചെറുതായിട്ട് പല്ലൊക്കെ കൊള്ളുന്ന സ്ക്രാച്ചസ് മാത്രം വരും. പിന്നെ ഈ ഫ്രോഗിൻ്റെ ഹുക്കപ്പ് റേഷ്യോ ഇതുണ്ടോ, നല്ല അടിപൊളി ഹുക്കപ്പ് റേഷ്യോ ഉണ്ട്. ഏറ്റവും ബാക്കിലാണ് ഇങ്ങനെ ഹുക്ക് വന്നിരിക്കുന്നത്. നോക്കി കേട്ടോ, ഏറ്റവും ബാക്കിൽ ഇങ്ങനെ ഹുക്ക് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഹുക്കപ്പ് ആവും. നല്ല VMCയുടെ കാർബൺ സ്റ്റീൽ ഹുക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹുക്കിന് നല്ല അടിപൊളി ബാർബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മീൻ നമുക്ക് മിസ്സാവാൻ ചാൻസ് ഇല്ല. നല്ല ഷാർപ്പായിട്ട് ടിപ്പും വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വലിച്ചു നിർത്തുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് ഹുക്കാവും നമ്മുടെ ഈ ഫ്രോഗിന് കേട്ടോ. പിന്നെ ഒരു ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഡിസൈനാണ്. 3D ഡിസൈൻ നല്ല നോർമൽ ഡിസൈനാണ്, പക്ഷേ നല്ല ഇഷ്ടപ്പെട്ട ഡിസൈൻ കേട്ടോ. നല്ല കളറാണ്, ഗ്രീനൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നടുക്കൂടെ ഓറഞ്ച് വന്നിട്ടുണ്ട്. കണ്ണൊക്കെ നല്ല ബോൾഡുള്ള കണ്ണാണ്. നല്ല ഓറഞ്ചും ബ്ലാക്കും കണ്ണ് കേട്ടോ. സൈഡിൽ ഇങ്ങനെ ബ്ലാക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും അല്ല, കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ കളേഴ്സും കളറൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, അതുപോലെ ബ്ലൂ കളറുണ്ട്. ഈ കളേഴ്സ് എല്ലാം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. മീൻ വേണ്ടിയല്ല. മീൻ ഒരു കളറും കാര്യമില്ല, എല്ലാ കളറിലും മീൻ അടിക്കും കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ അടിവശം നോക്കിയാൽ വൈറ്റ്. ഈ ഫ്രോഗുകളുടെ എല്ലാത്തിൻ്റെ അടിവശം വൈറ്റ് ആണ്. അപ്പോൾ വെള്ളത്തിൽ വരുമ്പോഴത്തേന് ഈ സാധനം വൈറ്റ് മാത്രമേ ഉള്ളൂ. മീനുകൾക്ക് കളറൊന്നും ഒരു കാര്യമേ അല്ല, ആക്ഷനിലാണ് ഭയങ്കരമായിട്ട് മീൻ അടിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ സ്പിന്നർ നോക്കിയാൽ ഈ സ്പിന്നറിൻ്റെ ആക്ഷൻ കൊണ്ട് മീൻ ഉറപ്പായിട്ടും അടിച്ചിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെയാണല്ലോ ഇതുകൊണ്ട് നമ്മുടെ നാടൻ വരാലിനെ പിടിക്കാൻ വേണ്ടി പോകണം നമ്മുടെ റിയൽ വാറിൻ്റെ പീക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പീക്ക് എന്ന് പറഞ്ഞ ഈ ഫ്രോഗ് ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സംക്രാന്തിയിലുള്ള ആംഗ്ലേഴ്സ് പാഡിയസ് ടാക്കിൾസ് സാധനം അവൈലബിൾ ആണ്. ഇസാ ഫിഷ് ടാക്കിൾസിലുണ്ട്, പിന്നെ നമ്മുടെ ഡ്രീം ഫിഷ് ബുക്ക് ആഡിലുണ്ട്. അപ്പം ഇവിടുത്തെ എല്ലാ നമ്പറും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും എല്ലാം ഞാൻ ആടി വെച്ചേക്കാം. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നമ്മുടെ പീക്കുമായിട്ട് നേരെ കാസ്റ്റിംഗിലേക്ക് വെക്കാം. പീക്ക്, റിയൽ വാർ പീക്ക്. അത്യാവശ്യം സൂര്യനൊക്കെ അസ്തമിക്കുന്ന സമയം കേട്ടോ. നമ്മളിന്ന് വൈകുന്നേരം സമയപ്പം നമ്മൾ നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്കൊക്കെ എടുത്ത് കാസ്റ്റിംഗ് വന്നേക്കാം കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത ടാക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിമാനോൻ്റെ എക്സൻസ് DC എടുത്തായിരുന്നു. പിന്നെ റോഡ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റോഡാണ്. സാധനം മാർക്കറ്റിലേക്ക് വന്നില്ല, അതുകൊണ്ട് പേരൊന്നും കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു കണ്ടത്തിന് അടുക്കാൻ നിൽക്കുന്നത് കേട്ടോ. ഫുള്ള് പുല്ലൊക്കെയാണ് ഇവിടെ കേട്ടോ. വീട്ടിൽ നടന്നു പോകണം. കറക്റ്റ് മൊത്തം പുല്ലാണ്. ഒരു ബ്രോ ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് വലിയ തോടാണ്. പിന്നത്തൊക്കെ നമുക്ക് എറിഞ്ഞ് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ പീക്ക് നമുക്ക് എങ്ങനെയാണ് നോക്കാം. കഴിഞ്ഞ ദിവസം നമുക്ക് പീക്ക് കൈ കിട്ടിയ ദിവസം നമ്മളാണെങ്കിൽ നമ്മുടെ ഈ ഫ്രോഗുമായിട്ട് കാസ്റ്റിംഗ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കാസ്റ്റിങ്ങുകളൊക്കെ നോക്കാൻ വേണ്ടി, ഹുക്കപ്പൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നമുക്ക് 2 വരാനെ കിട്ടിയ കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ കൂടെ അത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ അതുകൂടെ കണ്ടു നോക്കുക, കമൻറ്റൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒത്തിരി സമയങ്ങൾ നമുക്ക് നേരെ കാസ്റ്റിങ്ങിലേക്ക് പോകാം. അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് മീൻ കിട്ടി നോക്കാവേ. ഓക്കെ, അതെ ഇവിടെ അത്യാവശ്യം മീനൊക്കെ ആക്കി കാണിക്കുന്നുണ്ട്. യെസ് ഫിഷ് ഓൺ. യെസ്, നമ്മുടെ പീക്കിലൊരു മീൻ അടിച്ച്. അപ്പോൾ നമ്മുടെ അവിടെ ചെന്ന് വീണപ്പം അടിച്ചെന്നേ മിഴുങ്ങി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ റിയൽ വാറിൻ്റെ പീക്കൽ സത്യം പറഞ്ഞാൽ ഹുക്കപ്പ് പോലും ആയോന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം ചുമ്മാ ഞാൻ വലിച്ചു നിർത്തിയപ്പോഴേ ഹുക്കായി കേട്ടോ. ഇതുണ്ടോ നമ്മുടെ റിയൽ വാറിൻ്റെ പീക്കൽ അടിച്ച് വരാല്ലേ കേട്ടോ. വായിക്കാത്താണ് ഹുക്ക് അയക്കുന്നത്, പ്രോപ്പർ ഹുക്കപ്പ്. അപ്പം ഗ്രിപ്പർ ഇടാം.
ക്രിപ്പർ ഇടാതെ വായിക്കകത്ത് വിരലിട്ടിട്ട് ക്രിപ്പർ ഇടാന്ന്. ഇത് മറ്റാ കണ്ടിട്ട് നമുക്കതിന് വായുന്നില്ലേ ഫ്രോ അൺഹൂക്ക് ചെയ്യാം. കാര്യം ഫ്രോയിലടിക്കുമെന്നോ? കൈയെല്ലാം മുറിച്ചല്ലോ അവൻ. നമ്മുടെ ഫ്രോഗ്, നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്ക് കേട്ടോ. ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് അടിച്ചത് വരാലാണ്, നാടൻ വരാൽ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് മാറി നോക്കാം ചെറുമീൻ കിട്ടുമെന്ന് കേട്ടോ. പീക്കിൻ്റെ ഈ ഒരു വലിപ്പം വരുന്ന വരാൽ കേട്ടോ. ഒരു 1/2 കിലോ ആണുമായിരിക്കും. കാണിച്ചു തരാം. ഈ ഒരു സൈസ് വരും കേട്ടോ. ഓക്കെ, അങ്ങനെയുണ്ടാ കൊള്ളാവോ? അടിപൊളി. അപ്പോൾ നമുക്ക് ഇതിനടുത്ത് കവറിലേക്ക് ഇട്ട് അടുത്ത മീനെ പിടിക്കാം. ഓക്കെ, നമ്മുടെ മീനെ വായി ഇടുന്നു കേട്ടോ. യെസ് ഫിഷോ. അപ്പോൾ നമ്മുടെ റിയൽ വാരിൻ്റെ പീക്കിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ചെറുതെങ്കിൽ ചെറുത്. ഗൈസ് മീനടിയൊക്കെ കുറവാണ് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കിപ്പോൾ ഒരു ഇടത്തരം വില കിട്ടിയിട്ടുണ്ടല്ലോ പീക്കിൽ കേട്ടോ. റിയൽ വാരിൻ്റെ പീക്കിലാണ്. ഓക്കെ, ഇതുകൊണ്ട് നല്ല അടിപൊളി ഹുക്ക് വായിക്കകത്ത് നല്ലതായിട്ട് കയറി പോയിട്ടുണ്ട്. ഈ തൊട്ടടുത്ത് അടിച്ചു കേട്ടോ. നമുക്കിത് അൺഹുക്ക് ചെയ്യണമെങ്കിൽ ഇല്ല കുഴപ്പമില്ല, വീഴുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പീക്ക്. ഓക്കെ, ഫ്രോ നമുക്ക് സെറ്റാക്കിയിട്ട് മീനെ കാണിക്കാവേ. ഫ്രോ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പീക്ക്. അപ്പോൾ പീക്കൊക്കെ കിട്ടിയ ഒരാളെന്ന് പറഞ്ഞാൽ അത് ഇതാണ് കേട്ടോ. ഒരു 300 രൂപ കാണുമായിരിക്കും അല്ലേ? ഒരു 10-300 രൂപ കാണുന്ന വരാലോ കേട്ടോ. നമ്മൾ എടുക്കുവാണ്. ഇത് മറ്റേ നാടനൊന്നുമല്ല, ഇത് കേട്ടോ വെള്ള കളർ. ഓക്കെ, അപ്പം റിയൽ വാരിയർ പീക്ക്. അപ്പോൾ നമുക്ക് അടുത്ത കാസ്റ്റ് ചെയ്യാം. ഇവിടെയൊക്കെ ചിലപ്പോൾ മീൻ കാണും. ഇവിടെ ഈ മറിയുന്നതൊക്കെ വേറെ കേട്ടോ, വരാലൊന്നുമല്ല, വേറെ നല്ല മീനാണ്. വരാലിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഫിഷ് ഓൺ. പോകത്തില്ല, പോയി. അയ്യോ ഇല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീനല്ല, 3rd മീൻ അടിച്ചിട്ടുണ്ട്. നമ്മുടെ റിയൽ വാരിൻ്റെ പീക്കിൽ കേട്ടോ. അടിച്ചിങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ ഇവിടുന്ന് തെറിച്ച് വെള്ളത്തോട്ട് പോകാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ കയറി പിടിച്ചു കേട്ടോ. നാളമരാലാണ്. തീ ഒരു വലിപ്പമുണ്ട് കേട്ടോ. 10-300 രൂപ ഉണ്ട്, വെറുതെ കളയണ്ടല്ലോ. അപ്പം എന്നെ സംഭവിച്ചാൽ അറിയത്തില്ല, വിട്ടുപോയി. ജസ്റ്റ് ഹുക്കായുള്ളൂ, ചെറുതായിട്ട് ഹുക്കായുള്ളൂ കേട്ടോ. ഓക്കെ, തൊട്ടടുത്ത് തോന്നി ഇവിടുന്ന് അടിച്ചു കേട്ടോ. ഓക്കെ, നമ്മുടെ ഫ്രോ ഒന്ന് സെറ്റ് ചെയ്യണം. വലിച്ചിടണമല്ലോ. ഓക്കെ, സെറ്റായി, കറക്റ്റ് ഒന്ന് സെറ്റായി ഇരിപ്പുണ്ട്. തൊട്ടടുത്ത് അടിച്ചേ. ഇനി മീൻ കാണും അങ്ങനെയാണെങ്കിൽ. ഫിഷ് ഓൺ. യെസ് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ബോട്ടിൽ അടുത്ത ബോട്ടല്ല സോറി പീക്ക് കേട്ടോ. നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്കിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. നല്ല നാടൻ കേട്ടോ, വിയറ്റ്നാമി ഒന്നുമല്ല. ഓക്കെ, നല്ല കിടുക്കാച്ചി വരാലടിച്ചേക്കുന്നേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ക്രിപ്പർ ഒന്ന് വായിടാൻ തുറന്നു വിടാം വായൊന്ന്. ഇല്ല മോനെ, നല്ല ഹുക്ക. ഓക്കെ, ക്രിപ്പർ നമ്മൾ വായിട്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് നല്ല അടിപൊളി നാടൻ കേട്ടോ, വിയറ്റ്നാമി ഒന്നുമല്ല. നിങ്ങൾ അതിനടിയത്തെ പാറ്റേൺസൊക്കെ ഉണ്ടോ, ശരിക്കും നല്ല രീതിക്ക് പാറ്റേൺ വന്നിട്ടുണ്ട്. യെല്ലോയും ബ്ലാക്കും കളറൊക്കെ വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ തനി നാടൻ വരാൽ കേട്ടോ. സത്യം പറഞ്ഞ് ഇവനൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ മറ്റവന്മാർ വന്ന അവിടെ വിയറ്റ്നാമീസ് നമ്മുടെ പീക്ക് നല്ല കിടുക്കാച്ചി ഹുക്കപ്പ് അയക്കുന്നേ കേട്ടോ. അൺഹുക്ക് ചെയ്യാം. അൺഹുക്ക് ചെയ്യണമെങ്കിൽ പണിയാണ്, പ്ലെയർ ഇടേണ്ടി വരും. ഓക്കെ, നമ്മുടെ 4ാമത്തെ മീൻ നമുക്ക് കിട്ടിയേക്കുന്നത് നല്ല അടിപൊളി കാണുമല്ലോ കേട്ടോ. ഒരു 1/2 കിലോ കാണുമായിരിക്കും. ഓക്കെ, ഓൺ റിയൽ വാരിയർ പീക്ക് കേട്ടോ. അവിടെ മാത്രമേ ഉള്ളൂ തെളിവുള്ളൂ, ബാക്കി ഫുള്ളാണെങ്കിൽ ഇതുപോലെ പാട കയറി കിടക്കുന്നുണ്ടോ. അപ്പോൾ ആ തെളിവെങ്കിൽ ഇട്ട് ജസ്റ്റ് ഉണ്ട് അനക്കാനെങ്കിൽ എപ്പോഴും അടിച്ചത്. അവിടെ നിന്നാണ് ഇവിടുന്ന് അടിച്ചത്, ഇവിടെ നിന്നല്ലേ ഇവിടുന്ന് അടിച്ചത്. അവിടെ മീനുണ്ട്, ഇവിടെയും തെളിവുണ്ട്, അവിടെയും തെളിവുണ്ട് ഉണ്ടോ. അവിടെ മീനുണ്ട് കേട്ടോ, ഇനിയും മീൻ നിൽപ്പുണ്ട്. അതൊക്കെ ഇട്ട് അനക്കാനേ പറ്റത്തുള്ളൂ. അതുപോലെ ഈ ചപ്പെല്ലാം ഉണ്ട്.
യെസ് ഫിഷ് ഓൺ, യെസ് ഫിഷ് ഓൺ, ഫിഷ് ഓൺ, ഫിഷ് ഓൺ. യെസ്. അപ്പം നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്കിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നാടൻ വരാലാണ്. ഓക്കെ, നല്ല കിടുക്കച്ച് നാടനാണ് കേട്ടോ. ഇത്തിരി വരാൽ നമ്മൾ തപ്പി നടക്കുന്ന വരാൽ ഇതുണ്ടോ, നല്ല നാടൻ. 10-400 ഗ്രാം എന്താളും കാണും കേട്ടോ. ഫ്രോഗ് ദേ നല്ല സെറ്റാക്കി മെഴുകി വെച്ചിട്ടുണ്ട്. തള്ളി നോക്കാം. ഓക്കെ, ഊരിട്ടാണെന്ന് തോന്നുന്നു. ഇല്ല, വാർവ് കയറിയിരിക്കുക. ഓക്കെ, ഇത് നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്ക്. കൊള്ളാം, നല്ല കാസ്റ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല ഹുക്കപ്പും കിട്ടുന്നുണ്ട്. വരാലിനെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ഫ്രോഗാണ് കേട്ടോ. കറക്റ്റ് മീൻ്റെ വായിക്കകത്ത് കയറിക്കോളും. എത്ര ഏറിയ വരാലാണെങ്കിലും വായിക്കകത്ത് കയറും. അപ്പോൾ നമുക്ക് ഇവനെ എടുത്ത് കവർ കയറ്റാം. ടോട്ടൽ 5 നമ്മൾ പിടിച്ചു. ഇട്ടിട്ടെ, അയ്യോ പോകത്തില്ല, കളയത്തില്ല. ഓക്കെ, വരാൽ സെറ്റ്. നമുക്കേ അവിടെ തന്നെ ഒന്നുകൂടെ അറിയാം. കാര്യം നേരെ ഒരു കിടക്കുന്നൊരു പാത്രമുണ്ടോ, അതിനകത്ത് ഇനിയും മീൻ നിൽക്കാൻ ചാൻസ് ഉണ്ട്. റിയൽ വാരിയറിൻ്റെ പീക്കൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടോ, അടുത്ത നടമ്പരൽ അടിച്ചിട്ടുണ്ട് നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്കൽ. നല്ല അടിപൊളി കിടുക്കാച്ച് ഹുക്കപ്പാട്ടോ. ചെറവർ അടിക്കുന്നുണ്ടോ. ഇപ്പം നമുക്ക് 4 കിട്ടി വൈകുന്നേരം വന്നപ്പോൾ. ഈ ഒരു പോത്ത് വരുന്നുണ്ടോ. നമുക്കാദ്യം ഫ്രോ ഒന്ന് അൺഹുക്ക് ചെയ്യാം. നാക്കക്കൂടെ കണ്ട് കയറിയിരിക്കുന്നത് നല്ല ഹുക്കപ്പായിരിക്കുന്നത്. ഫ്രോഗ് അൺഹുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആയുധം നമുക്ക് എടുക്കാവേ. ഇവനാണ് നമ്മുടെ ഫ്രോഗ് അൺഹുക്ക് ചെയ്യാനുള്ള ആയുധം. ഇതാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഫ്രോഗ് അൺഹുക്ക് ചെയ്യാൻ പറ്റും. ഒരു പണിയില്ല, നേരെ ഹുക്കായിട്ട് ഇടുക. ഓക്കെ, ഫ്രോഗ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. റിയൽ വാരിയർ പീക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത വരാൽ കണ്ടോ, നല്ലതാണ് വരാലിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത മീനകത്ത് അടിക്കും നോക്കാവേ. നമ്മൾ അടുത്ത മീനെ പിടിക്കാനടുത്ത് ഫ്ലോട്ടിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് ചതുപ്പാണ് ഇവിടെയെല്ലാം. കമ്പും കാലുള്ള കിടപ്പുണ്ട്. ഫിഷ് ഓൺ, യെസ്. അപ്പോൾ നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്കേൽ ദേ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് തകർക്കും നമ്മൾ പീക്ക് വെച്ച്. നല്ല ഹെവി വരല്ലോ കേട്ടോ. കേട്ടോ, നല്ല കിട്ടുക്കാച്ച് വരലാണ്. റോഡിൻ്റെ ലെങ്ത് വെച്ച് ഞാൻ കാണിച്ചിടാം. കണ്ടോ, ഈ ഒരു ലെങ്ത് ഉണ്ട്. കണ്ടോ, കിട്ടുക്കാച്ച് വരല്ലോ കേട്ടോ. പൊളി സാധനം. റിയൽ വാരിയർ പീക്ക്. ബാക്കി അത് ഹുക്കപ്പ് അയക്കുന്നുണ്ടോ, നല്ല തീരെ ഹുക്കപ്പ് അയക്കുന്നത് കേട്ടോ. ഒരുപാട് സമയങ്ങളിൽ നമുക്ക് ഒന്നുകൂടെ എറിയാൻ കാര്യം സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ കുഴപ്പമില്ലാത്ത പറഞ്ഞോ. അപ്പോൾ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് ഒന്നും കൂടെയൊക്കെ നോക്കണം. ഓക്കെ, ഗ്രിപ്പിട്ടിട്ടുണ്ട്. ഓഹോ, നല്ല ഹുക്കപ്പ് അയക്കുന്നത്. വിട്ടൊന്നും ഒരിക്കലും പോകത്തില്ല. 1 ഊരി 2 ഊരി. ഓക്കെ, തൽക്കാലം ഇവിടെ കിടക്ക്. ഫ്രോഗ് നമുക്ക് സെറ്റാക്കണം. നമ്മുടെ ഫ്രോഗ് ഇത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. 5ാമത്തെ മീൻ, ഇന്നത്തെ 5ാമത്തെ മീൻ. ടോട്ടൽ ഇപ്പോൾ 6-7 മീനായി കേട്ടോ. ഫിഷ് ഓൺ. ഇപ്പം നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്കേൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ.
ജയൻ്റ് വരാലാണ് സെയിം സ്ഥലത്ത് നിന്ന് തന്നെ കേട്ടോ. കണ്ടോ നല്ല അടിപൊളി ജയൻ്റ് വരാൽ, അടിപൊളി. നമ്മൾ തകർക്കും കേട്ടോ. ഫ്രോഗ് അടിപൊളി ഫ്രോ ആണ്. തീരെ ഹുക്കപ്പ് കേട്ടോ. ഒറ്റ മീൻ പോലും നമുക്ക് മിസ്സായി പോയിട്ടില്ല. എല്ലാ മീനും കയറിയിട്ടുണ്ട്. ഇതുണ്ടോ എല്ലാം വായ്ക്കകത്ത് ഹുക്കാവും. വായ്ക്കകത്തും പോവും, ചുണ്ടത്തും എവിടെയെങ്കിലും ഹുക്കാവും. കാര്യം ഈ ലെങ്തുള്ള ഫ്രോ ഉണ്ട് കേട്ടോ. കറക്റ്റ് ഇങ്ങനെ ഹുക്കാവുന്നത് എവിടെയെങ്കിലുമൊക്കെ തറച്ച് കയറിയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. നല്ല ലോങ് കാസ്റ്റ് കുഴപ്പമില്ല. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ പക്ക ഹുക്കപ്പ് പോകുന്നുണ്ട് കേട്ടോ. ഫ്രോ നമുക്ക് സെറ്റാക്കാം. റിയൽ വാരിയർ പീക്ക് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും നമ്മളോട് ചോദിക്കും എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പീക്ക് പേര് പറഞ്ഞ എന്തിനാണ്, അതായത് റിയൽ വാരിയർ എന്നാണെന്നൊക്കെ പേര് പറഞ്ഞ എന്തിനാണെന്നൊക്കെ എല്ലാം ചോദിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന റിവ്യൂ ആണ്. അപ്പം സെയിം ഫ്രോഗിനെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ചുമ്മാ പറയാമായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻട്രോ എടുക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ വന്നിട്ട് മീൻ പിടിക്കുന്നു, കാണിക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എന്താ റിവ്യൂ എന്ന് പറയുന്നത്? റിവ്യൂ എന്ന് പറയണമെങ്കിൽ ഇങ്ങനെ സെയിം ആയിട്ട് ഫ്രോഗുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നെ പോകണം. അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി. ഓക്കെ, അപ്പം നമ്മുടെ പീക്ക് ഒന്നുകൂടെ പറയുക, റിയൽ വാരിയർ പീക്ക് കിട്ടിയ വരാൽ. ഇതേ നല്ല ജയൻ്റ് വരാൽ കേട്ടോ. ഈ വലുപ്പമുണ്ട്. റോഡിൻ്റെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കാം. പിടയ്ക്കാറ ഇതുണ്ടോ, ഈ ഒരു ലെങ്ത് വരുന്ന വരാലാണ് കേട്ടോ. ഓക്കെ, 2 അടിപൊളി വരാൽ നമുക്ക് കിട്ടിയത്. ഏറ്റവും നല്ല ഹെവി വരാൽ. അപ്പോൾ നമുക്ക് നേരെ കവറിലേക്ക് ആക്കിയേക്കാം. അടിപൊളി സെറ്റ്. അപ്പം നമുക്ക് ഒത്തിരി ഇരുട്ടാകുന്നതിന് മുന്നേ ഉണ്ടല്ലോ ഒന്നുകൂടെ നോക്കാവേ. ഇവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മീനായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത്. അടിപൊളി. അപ്പോൾ നമ്മുടെ അടുത്ത മീൻ പീക്കിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കിടുക്കാച്ച് വരാലോ കേട്ടോ. ചറവറ കേട്ടോ മീൻ അടിക്കുന്നത്. നല്ലപോലെ മെഴുങ്ങിയിട്ടുണ്ട്. നല്ല ഹുക്കപ്പ് പോയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് അൺഹുക്ക് ചെയ്യണമെങ്കിൽ നല്ല പണിയാണ്. അപ്പോൾ നമുക്ക് മറ്റേ സാധനം എടുക്കാം. പ്ലെയർ കൊണ്ട് ഊരാൻ പറ്റത്തില്ല. ഇതുണ്ടെങ്കിൽ ഊരാൻ പറ്റത്തുള്ളൂ. ഇതുണ്ടെങ്കിൽ നേരെ ഹുക്കൗട്ട് ഇടുക. നേരെ ഉണ്ടോ, ഇങ്ങനെ തിരിച്ചെടുത്താൽ മതി. ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, ഫ്രോഗ് നമുക്ക് സെറ്റാക്കാം. ആദ്യം കിട്ടിയ വരാലിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. തരക്കില്ല വരാല കേട്ടോ. അരക്കിലോ എന്താളും ഉണ്ട്. ഇതുകൊണ്ട് ഈ സൈസ് വരും. റോഡിൻ്റെ ലെങ്ത് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഈ ഒരു ലെങ്ത് വരുന്ന വരാല കേട്ടോ. ഓക്കെ, അവന് മേത്ത് മുഴുവൻ ബ്ലഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം മീൻ കിട്ടും. ഇന്നും ഒരു 5-8 എണ്ണം കിട്ടി. ഇന്നലെ 2 എണ്ണം കിട്ടി കേട്ടോ. ചുമ്മാ ട്രയൽ ഇറങ്ങിയപ്പം. ഓക്കെ, അപ്പം ഇതുണ്ടോ നമ്മുടെ റിയൽ വായറിൻ്റെ പീക്ക് കേട്ടോ. നമുക്ക് നമ്മുടെ ഹുക്ക് റിമൂവർ നേരെ എടുത്ത് ബാഗ് വെച്ചേക്കാം. കാര്യം നല്ല അസറ്റ് സാധനമാണത്. പിന്നെ നമ്മുടെ മീൻ നല്ല വെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നേരെ ഉണ്ടോ കിടപ്പുണ്ടല്ലോ. അവിടെ ഇരുട്ടായി പോകും തോന്നുന്നത്. വൈൻഡപ്പിങ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാളെ വല്ലതും എടുക്കണം. ഓക്കെ, സെറ്റ്. നമുക്ക് അടുത്ത കാസ്റ്റ് ചെയ്യാവേ. ഇവിടെ എന്ന് പറഞ്ഞാൽ അടിച്ചേ ഇപ്പോൾ. അയ്യോ, ഭയങ്കര സ്ട്രൈക്ക്. എൻ്റെ പൊന്നെ സ്ട്രൈക്കായിരുന്നു കേട്ടോ ഗൈസ്. അമ്മാതിരി സ്ട്രൈക്ക്. ഹുക്കപ്പായില്ല അവൻ ചിലപ്പോൾ പിന്നെയും അടിക്കും കേട്ടോ. അയ്യോ, മാരക സാധനം. എൻ്റെ പൊന്നത് ഇവിടെ നിൽപ്പുണ്ടാൻ. അവനത് ഹുക്കപ്പൊന്നും ആയില്ല. ഫിഷാണ് ലാസ്റ്റത്തെ മീനായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ അടിപൊളി വരാൽ. നമ്മുടെ ലാസ്റ്റത്തെ മീനായിരിക്കും ഏകദേശം. കാര്യം നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീനെ ഒന്നും കാണിക്കാൻ പോലും പറ്റത്തെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അതുപോലെ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ, അടിപൊളി വരാലൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്കൽ കേട്ടോ. പീക്ക് കൊള്ളാം. നല്ല ഫ്രോ കേട്ടോ. നല്ല ഫ്രോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫ്രോ ആണ്. നല്ല കാസ്റ്റിങ്ങും ഉണ്ട്, നല്ല ഹുക്കപ്പും ഉണ്ട്. ഇതേ അടിക്കുന്നതെല്ലാം നല്ല അടിപൊളി വരാലും കേട്ടോ. ചെറുതും വലുതും എല്ലാം അടിക്കുന്നുണ്ട് നമുക്ക്. ഇതിപ്പോൾ കിട്ടുന്ന വരാലുണ്ടോ, ഈ ഒരു വലുപ്പമുണ്ട്. റോഡ് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വലുപ്പമുള്ള വരാല കേട്ടോ. ഇത് പറഞ്ഞ് ഇരുട്ടൊക്കെ ആയി കാണും, നിങ്ങൾക്കൊന്നും കാണത്തില്ലായിരിക്കും. ദേ ഫ്രോഗ് നമ്മുടെ റിയൽ വാരിയർ പീക്ക് കേട്ടോ. നല്ല ഹുക്കപ്പ് ആയിരുന്നു. ലിപ്പല്ല ഹുക്കായിട്ടിരുന്നേ. ഫ്രോഗ് നമുക്ക് സെറ്റാക്കാം. യെസ്, നമ്മുടെ ഫ്രോഗ് നമ്മുടെ റിയൽ വാരിയർ പീക്ക്
കിട്ടിയ വരാൽ. ഓക്കെ, നമുക്ക് ഒത്തിരി ഇതാക്കാം, നമുക്ക് പിന്നെ ബായിലോട്ട് കയറ്റിയേക്കാം. ഓക്കെ, അപ്പം ബായി നല്ല വെയിറ്റ് ആയി കേട്ടോ, കവർ നിറഞ്ഞ് തകർത്ത്. എൻ്റെ പൊന്നെ, കയറിക്കോ. ഓക്കെ, സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചാക്കടച്ചേക്കാം, ചാക്കല്ല ബായി അടച്ചേക്കാം. ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് എറിഞ്ഞിട്ട് കയറിയാം കേട്ടോ. ഇവിടെ നിന്നൊക്കെ നമുക്ക് ഒന്നിട്ട് ഫോളോ ആയി കിട്ടിയ സ്ഥലങ്ങളാണ്. ഉണ്ടായിരുന്നു ഇപ്പം തന്നെ അടിച്ചാനെ. സ്ട്രൈക്ക് കിട്ടി. മതി, അടിച്ചില്ലേ, അടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ മീനെ ജസ്റ്റ് ഞാൻ കുറഞ്ഞിട്ട് കാണിക്കാം. ഒറ്റയ്ക്കേ ഉള്ളൂ, തല ക്യാമറ വെച്ചേക്കുവാണ്. ഇവിടെ കുടയാവേ, പോയാൽ പോയി കാര്യം. ഇവിടെ എല്ലാം വെള്ളമാണ്. എങ്കിലും കാര്യം നമുക്ക് കിട്ടിയ മീനെല്ലാം പടവിടെ കാണിച്ചത് കൊണ്ട് കിട്ടിയ ഇത്ര മീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, എല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ഇത് കണ്ടോ, ഇത്ര മീനുണ്ട്. 1 2 3 4 5 6 7 8 9 കേട്ടോ. ഒരെണ്ണം എവിടെയോ പോയിട്ടുണ്ട്. നമുക്ക് ഇവനെ പൊക്കണം. അതിന് മുന്നേ നമുക്ക് ഇവനെ എല്ലാം പെറുക്കിയിടാവേ. ഇതുണ്ടോ, ഹെവി സൈസ്. അയ്യോ 1 2 3 പിടയ്ക്കാടാ 4 5 6 7 8 പിന്നെ ബാഗ് വെച്ചേക്കാം. ഓക്കെ, ഈ മീനെല്ലാം പിടിച്ചേക്കുന്നത് നമ്മുടെ റിയൽ വാറിൻ്റെ പീക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഫ്രോഗ് ഉണ്ട് കേട്ടോ. ഇത്രയും ചെറിയ ഫ്രോഗിലാണ് ഈ മീൻ മുഴുവൻ പിടിച്ചത്. ഓക്കെ, എന്തൊക്കെയാണേലും തകർത്തിട്ടുണ്ട്. ഈ ബാഗ് നിറച്ച് മീനാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രോയ്ക്കകത്ത് പറഞ്ഞ പോലെ നമ്മുടെ ഫ്രോഗ് ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ നമ്പറിങ് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് കയറി പോയേക്കാം. നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇതേ വവ്വാലൊക്കെ വരെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് ഇരുട്ടായി. എന്തോ ഒരു ചെറിയ വെട്ടമുണ്ട്. ഇവിടെ എല്ലാം വവ്വാലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാക്കി നമ്മുടെ ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സാധിക്കാണെങ്കിൽ ബെൽ ബട്ടൺ എവിടെയൊക്കെ എവിടെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇഷ്ടപ്പെട്ടാൽ അടിക്കാം, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു അടിപൊളി എടുക്കണം. ബൈ. ഇനി ഇവിടുന്ന് തിരിച്ച് നടന്ന് ഇങ്ങനെ അങ്ങ് പോകണം. ഇരുട്ടായി.